ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ത്യ പഹൽഗാമിന് തിരിച്ചടി നൽകണം എന്ന് പറയുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പഹൽഗാമിൽ കൃത്യമായ മറുപടി നൽകണം, ഇന്ത്യൻ സൈന്യം ആഞ്ഞടിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈകിയത് പറയാൻ? ഇല്ല, വൈകി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ദിവസങ്ങളധികം ആയിട്ടില്ല. സംഭവങ്ങൾ കഴിഞ്ഞ് ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് നമ്മൾ തിരിച്ചടിക്കാനായിട്ട് നമ്മൾ അതൊക്കെ വളരെയധികം ആലോചിച്ച് ആണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിൽ തീരുമാനമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ. കേന്ദ്ര ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള ഒരു കൺസെൻറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വാങ്ങി സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി സംസാരിച്ചു. സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. സർക്കാർ എന്തെടുത്താലും ഞങ്ങളതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇതാണ് പൊതുവായിട്ടുള്ളൊരു പൊസിഷൻ. അതാണ് ഇവിടെ പിണറായി വിജയൻ്റെ പ്രസ്താവന ഇപ്പോൾ വരുമെന്ന് പറയുന്നത് ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മീറ്റിങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്നേ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളത്. കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ വെടിയേറ്റ് മരിച്ച രാമേന്ദ്രൻ്റെ വീട്ടിൽ അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിരിക്കണം ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കറിയാം, പിണറായി വിജയൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് പിണറായി വിജയൻ വളരെ രൂക്ഷമായിട്ട് എതിരാളികളെ ശരിപ്പെടുത്താൻ നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ ഒരു രീതി അദ്ദേഹത്തിനുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ സർക്കാർ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം എന്ന് പറയാം. നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തണം പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത് വൈകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇനി അതിൻ്റെ സംഭാഷണങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും എല്ലാവരുടെയും നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളും ഒക്കെ നടത്തുന്നതായിട്ടുള്ള പ്രസ്ഥാനം കേട്ടു. അതേപോലെ ഒരിക്കലും നമ്മൾ പ്രകോപനപരമായിട്ടുള്ള രീതിയിലല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. വളരെ കരുതലോടുകൂടിയാണ്. പക്ഷേ അവരെല്ലാം പറയുന്ന വാക്കുകളുടെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ളൊരു വികാരമുണ്ട്. ആ വികാരം എന്ന് പറയുന്നത് നിഷ്കളങ്കരായ ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെ കശാപ്പ് ചെയ്ത ഈ സംഘത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്ന് തന്നെയാണ്. ശക്തമായ തിരിച്ചടി. ഒരിക്കലും പാകിസ്ഥാൻ ഇനി ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാത്ത തരത്തിൽ അവരുടെ പത്തിക്കടിച്ച് തകർക്കണം എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പൊതുവെ ഇന്ത്യക്കാരും പുലർത്തിപ്പോരുന്നെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിശക്തമായിട്ട് ഇതിനെതിരെ നിലപാടെടുക്കാനായിട്ട് കഴിയും. നമുക്കത് ആവശ്യമാണ്. കാരണം നമുക്ക് ജീവിക്കണ്ടേ. ഇപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് കൂട്ടിക്കഴിഞ്ഞ് അങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് ആർക്കും ചെല്ലാൻ പറ്റാത്ത തരത്തിൽ അത് പ്രകോപിതമായിരുന്നു, പ്രക്ഷുബ്ധമായിരുന്നു. ടൂറിസ്റ്റുകളൊന്നും അങ്ങോട്ട് പോകാണ്ടായി. ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകാതായി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും രൂക്ഷമാകേണ്ടി വന്നു. കാരണം എന്താ, കാശ്മീരികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളോട് കൊണ്ടേ കൊടുത്തിട്ടാണ് അവർ ആഹ്ലാദകരമായിട്ട് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ടൂറിസ്റ്റുകളോട് അവർക്കെപ്പോഴും നല്ല പ്രതിപത്തിയാണ്, നല്ല താല്പര്യമാണ്. പക്ഷേ അവരുടെ ഇടയിൽ കടന്നുകൂടിയ ഈ ഛിദ്രശക്തികൾ അല്ലെങ്കിൽ ഭീകരർ അവരുടെ ജീവിതത്തെ നശിപ്പിക്കാനായി. പിന്നീട് അത് വളർന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി സന്തോഷകരമായിട്ട് വന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഭീകരർ കയറി ആക്രമണം നടത്തി ഇനി ആരും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്നുള്ള രീതിയിലാക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കയറി ആക്രമിക്കാൻ ഈ ഭീകരവാദികൾ അനുവദിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് മേലാലവൻ തലവെക്കാൻ പാടില്ലാത്ത തരത്തിൽ അടിക്കണം എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ്റെ പ്രസ്താവനയായിട്ട് വരുന്ന സമയത്ത് കേരളം അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കാരണം കേരളത്തിലെ പലതരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രകോപിതമായിട്ടുള്ള പ്രസ്താവനകൾ, ഇതിനൊക്കെ ഇടയിൽ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഉടനെ കേന്ദ്രം നടപടിയെടുക്കണം, മേലാൽ ഇത്തരം സംഭവം ആവർത്തിക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള ഒരു അടിയായിരിക്കണം പാകിസ്ഥാന് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അത് പൊതുവെ സ്വീകാര്യമായ ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ നമുക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമുണ്ട്. എന്താണ്, ഏത് രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചാലും നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് കണക്കാക്കും. അതല്ലാണ്ട് ഇന്ത്യക്കാരൻ സംസാരിക്കുന്ന പോലെ അതിനെ ആരും പരിഗണിക്കുന്നില്ല. പിണറായി വിജയൻ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാഷണൽ ഫീലിംഗ്
അല്ലെങ്കിൽ പാട്രിയോട്ടിക് സെൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അദ്ദേഹം അല്ലെങ്കിൽ തന്നെ വളരെ സാഹസികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുകയും എതിരാളികളെ അതിശക്തമായിട്ട് നേരിടുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. അക്രമോത്സവമായിട്ടുള്ള ഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അറിയാലോ, എതിരാളികളെ പരനാറി അല്ലേ, നികൃഷ്ടജീവി എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കും. ആ ആയുധങ്ങളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആയുധം ഉപയോഗിക്കാനായിട്ടുള്ള അവസരമാണെന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചെത്തിക്കളഞ്ഞാലേ അതിന് അത്ര രൂക്ഷമായിട്ട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ ഒരു നാഷണൽ ഫീലിംഗ് അല്ലെങ്കിൽ പെട്രോട്ടിക് ഫീലിംഗ് ഈ വാചകങ്ങളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കുന്ന സമയത്ത് ബി ജെ പിക്കാർക്ക് അത് ഇഷ്ടമില്ല. ഇയാൾ എവിടെയായിരുന്നു ഇത്ര നാൾ എന്ന് ബി ജെ പിക്കാർ ചോദിക്കാം, കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പലരും അങ്ങനെ മാത്രം നമ്മൾ ആളുകളെ വിലയിരുത്തരുന്നതാണ് എൻ്റെ. അല്ല, പക്ഷെ ഇന്നലെ ഏതോ ഒരു കമന്റ് കണ്ടത്, കമന്റ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല, പിണറായി വിജയൻ പാകിസ്ഥാനിലേക്ക് പോകണം, സൈന്യത്തിന് മുന്നിൽ നിന്ന് നയിക്കണം, പിണറായിയെ കണ്ടു തന്നെ പാക്പട്ടാളം പേടിച്ചോടിക്കോളൂ. അല്ല, അതെ, അതൊക്കെ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ പ്രത്യേക ഫ്രെയിമിലാക്കി നിർത്തിയിരിക്കാം. കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആളുകൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിലെ ചില നല്ല കാര്യങ്ങൾ, ഒരു മനുഷ്യനിലെ ഏത് മനുഷ്യനായാലും നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ടാകും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റിനെ കാണാൻ തയ്യാറാണ്. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ദേശീയബോധത്തിൻ്റെ വിഷയമാണ്. ആ സമയത്ത് അദ്ദേഹം അതിനനുകൂലമായി എടുക്കുന്ന നിലപാട്, പ്രസ്താവനയൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ കാണുക. രാഷ്ട്രീയം അവിടെ നിന്നോട്ടെ, രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ കാണുകയും വിലയിരുത്തുകയും ചെയ്താൽ ഇത് കുറച്ച് സ്വീകാര്യമായിട്ടുള്ള ഒന്നായിട്ട് കണക്കാക്കാം. ആ നിലപാട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള പാർട്ടി അണികൾ കൂടി കുറച്ച് കരുത്ത് നൽകും. അവർ കൂടി ഈ യുദ്ധത്തിൽ ഇന്ത്യക്കൊപ്പം കൂടുതൽ ആവേശഭരിതമായിട്ട് പങ്കെടുക്കാനായിട്ട് പ്രാപ്തരായിത്തീരും എന്നുള്ളത്. ഈ കേരളത്തിൽ, ഇന്ത്യയെ അപേക്ഷിച്ച് കേരളത്തിൽ പാകിസ്ഥാൻ സ്നേഹികൾ കുറച്ച് കൂടുതലാണ്. കാരണം ഇവിടുത്തെ ലീഗ് ഉൾപ്പെടെയുള്ള ആരും ഇതിൽ അനുശോചനവുമായി രംഗത്ത് വരുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ മിക്ക പാർട്ടികളും അങ്ങനെയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം എന്നും പറയുന്നില്ല, പഹൽഗാമിലെ ആക്രമണത്തിൽ ഞങ്ങൾ അപലപിക്കുന്നു, അനുശോചിക്കുന്നു, ഇതൊരു തീവ്രവാദി അറ്റാക്കാണെന്നോ തിരിച്ചടിക്കണമെന്നോ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അപ്പോൾ രാഷ്ട്രീയമാണ് എല്ലാവരും നോക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഇത്ര പാകിസ്ഥാൻ സ്നേഹികൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്? അല്ല, അങ്ങനെ പാകിസ്ഥാൻ സ്നേഹികളോ അല്ലെങ്കിൽ മറ്റ് വിദേശ ശക്തികളുടെ സ്നേഹികളായ ഒരാളും നമ്മളുടെ കൂടെ നിൽക്കുന്നത് നമുക്കിഷ്ടമല്ല. ഇപ്പോൾ ഉവൈസി തന്നെ അതിശക്തമായിട്ട് പാകിസ്ഥാൻ ആക്രമിച്ച് പ്രസ്ഥാനം ഇറക്കില്ലേ. അപ്പോൾ അതാണ് സമീപനം. ആ രീതിയാണ് എടുക്കേണ്ടത്. കാരണം വെച്ചാൽ ഇന്ത്യക്കകത്തുള്ള രാഷ്ട്രീയത്തിൽ, ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പരസ്പരം നമുക്ക് ഏറ്റുമുട്ടാം. പക്ഷേ പുറത്തു നിന്നൊരു ശക്തി നമുക്ക് നേരെ വരുമ്പോൾ നാം അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് എടുത്തേ പറ്റൂ. മുസ്ലിം ലീഗൊക്കെ കുറച്ച് രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. അങ്ങനെ ഇടപെട്ടേ പറ്റൂ. കാരണം വെച്ചാൽ അവർ ആത്യന്തികമായിട്ട് അവർ ഇന്ത്യക്കാരാണ്, രണ്ടാമത് അവർ മുസ്ലിം ആവുന്നുള്ളൂ. അതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെയാണ് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കണക്കാക്കേണ്ടത്. കാരണം നമ്മുടെ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം വരുന്ന സമയത്തും പ്രധാന പരിഗണന നൽകപ്പെടേണ്ടത് അതിനാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പലസ്തീൻ വിഷയം വരുമ്പോൾ അവിടെ മുസ്ലിം ജനതയാണ്. ആ മുസ്ലിം ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് നമ്മളുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളാണ്. നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ദുരിതമനുഭവിക്കുന്നതും അതേപോലെ തന്നെ വെടിയുണ്ടക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യരെന്ന നിലയ്ക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഒരേപോലെ ഐക്യദാർഢ്യ പ്രകടനം നടത്തേണ്ടതാണ്. പക്ഷേ എന്തായാലും അങ്ങനെയല്ല സംഭവിക്കും. മുസ്ലിങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്നത്. അങ്ങനത്തെ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്ത്, ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഒരു കാരണവശാലും വളർന്നു വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മനുഷ്യന് പ്രാമുഖ്യം കൊടുക്കുക, രണ്ട് ഒരു രാഷ്ട്രത്തിന് പ്രാമുഖ്യം കൊടുക്കുക, അതിനുശേഷം മാത്രം നമ്മൾ ഓരോ മതത്തിനും പ്രാമുഖ്യം കൊടുക്കുന്നതിലേക്ക് വരും. ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം മതത്തിന് കൊടുത്താൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം എല്ലാവരും പ്രവർത്തിക്കേണ്ടത്.